വാർത്തയാണ്. ഇന്ന് വെളുപ്പിന് തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലെ ജനങ്ങൾ പരിഭ്രാന്തരായ ആ വാർത്തയെക്കുറിച്ചാണ്. തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ വീണ്ടും ഭൂചലനം. ഇന്ന് പുലർച്ചെ 3:55 ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്നലെ ഭൂചലനമുണ്ടായ കുന്നംകുളം, ചൂണ്ടൽ, വരവൂർ, എരുമപ്പെട്ടി, തിരുമിറ്റക്കോട് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് വീണ്ടും പ്രകമ്പനമുണ്ടായത്. പാലക്കാട് നിന്ന് നിഖിൽ പ്രബീഷും തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയും വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ആദ്യം നിഖിൽ പ്രമേഷാണ് നമുക്കൊപ്പം ചേരുന്നത്. നിഖിൽ, ഈ തിരുമിറ്റക്കോട് പോലെയുള്ള പട്ടാമ്പിക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്നലെയും അനുഭവപ്പെട്ടിരുന്നു ഈ ഭൂചലനം. ഇന്ന് റിക്ടർ സ്കെയിലിൽ എത്രയാണ് രേഖപ്പെടുത്തിയതെന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉണ്ടായതിന് സമാനമായ രീതിയിൽ പാലക്കാടും തൃശ്ശൂരിന് പിന്നാലെ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. പുലർച്ചെ 3:55 സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഭൂചലനം ഉണ്ടായത്. ഇന്നലെ തിരുമിറ്റക്കോട് മേഖലയിൽ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ഏതാനും ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആനക്കര, കപ്പൂർ, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിലാണ്. അതൊരു പ്രദേശം എന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയില്ല. വിവിധ ഭാഗങ്ങളിലാണ് ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. എത്രയാണ് ഈ ഭൂചലനത്തിന്റെ തീവ്രത എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ടില്ല. കാലാവസ്ഥാ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം തന്നെ ഈ മേഖലകളിൽ ഇന്നലെ പരിശോധനകൾ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ അത് ആയി വരുന്നേ ഉള്ളൂ. പുലർച്ചെയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായത്. ആളുകൾ ഈ ചലനം ഉണ്ടായതിനു പിന്നാലെ വിവിധ പത്രം ഓഫീസുകളിലേക്കും ടെലിവിഷൻ സ്ഥാപനങ്ങളുടെ ഓഫീസുകളിലേക്കും മറ്റ് അധികൃതരെയും ഒക്കെ ഫോൺ ചെയ്ത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു. എന്തായാലും ആളപായം ഒന്നും എവിടെയും ഉണ്ടായിട്ടില്ല. വീടുകൾക്ക് നാശനഷ്ടമോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ ബന്ധപ്പെടണം. അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്താണ് ഇങ്ങനെയൊരു പ്രതിഭാസത്തിന് കാരണം എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. ഭാരതപ്പുഴയുടെ തീരത്തുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഈ ഭൂചലനം അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതായത് തൃശ്ശൂരിനോട് ചേർന്ന മേഖലയിലാണ്, അതിർത്തി മേഖലകളിലാണ് ഇപ്പോൾ ഭൂചലനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ നഗരത്തിലേക്ക് ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു വിവരങ്ങളും, ഭൂചലനം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ലഭ്യമായിട്ടില്ല. എന്തായാലും എന്താണ് ഇങ്ങനെ തുടർച്ചയായ രണ്ടാം ദിവസം പാലക്കാട്, ഈ തൃശ്ശൂർ ജില്ലകളിലൊക്കെ ഏതെങ്കിലുമുള്ള എക്കോളജിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് വല്ല ചെറിയ അന്വേഷണങ്ങളും നടത്തിയിട്ടുണ്ടോ? കാര്യം അവിടെയൊക്കെ ഒരുപാട് ഈ കരിങ്കൽ ക്വാറികളൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ഈ ചൂണ്ടൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ, ഇതിൻ്റെയൊക്കെ ദുസ്വാധീനം എന്താണ് നമ്മുടെ മണ്ണിൽ എന്ന രീതിയിൽ വല്ല പഠനങ്ങൾ നടത്തിയിട്ടുള്ളവരുണ്ടോ? അവരെ ആരെങ്കിലും ഇന്നലെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നോ? ഇന്നലെ തൃശ്ശൂരിലാണ് പാലക്കാട്ടേക്കാൾ വലിയ ചലനം, ഈ ഭൂചലനം ഉണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ നടക്കുന്നുണ്ട്. എസ്കെൻ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പട്ടാമ്പി, ഞാങ്ങാട്ടീരി മേഖല എന്നൊക്കെ പറയുന്നത് ഒരുപാട് ക്വാറികൾ ഉണ്ടായിരുന്ന, നിലവിൽ പല ക്വാറികളും ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്ന് അടച്ചുപൂട്ടിയ ഒരു മേഖല തന്നെയാണ്. എന്നിരിക്കെ പോലും അവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പാരിസ്ഥിതിക ആഘാതം അത് വലിയ തരത്തിലുള്ളത് തന്നെയാണ്. ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അക്കാര്യങ്ങളിൽ ഒരു പഠനം നടക്കേണ്ടതും അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇന്നലെ ഈ ഭൂചലനം അനുഭവപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ ജിയോളജി ആൻഡ് മൈനിങ് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തുകയും വീടുകളിലെത്തി അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ചില വീടുകൾക്കൊക്കെ നേരിയ തോതിലുള്ള വിള്ളൽ, അതായത് ചെറിയ രീതിയിലുള്ള വരകളൊക്കെ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചറിയുകയും വിശദാംശങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എന്താണ് ഇങ്ങനെ പെടുന്നനെ ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് അന്വേഷിക്കാൻ പഠനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. താങ്ക് യു നിഖിൽ പ്രമേഷ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രകൃതി വല്ലാതെ ആക്രമിക്കുന്ന ഒരു കാലമാണിത്. നമ്മൾ ഇതിനൊക്കെ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളിപ്പോൾ ഈ തട്ടുകടയിൽ നിന്ന് പുട്ടടിക്കുന്ന പോലെയാണ്. അപ്പോൾ ഒരുപാട് ഭക്ഷണം ആൾക്കാർ വാങ്ങിച്ച് കഴിക്കുന്നില്ല. കാര്യം ഇതിനൊക്കെ തന്നെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുക. ഞാനൊരിക്കൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞു, ഇതുമായി ബന്ധമില്ലെങ്കിൽ പോലും വളരെ പ്രശസ്തമായ കൊച്ചിയിലെ ഒരു ആശുപത്രിയിൽ ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ഒരു മെഡിക്കൽ ഓഫീസർ ലെവലിലുള്ള വളരെ സീനിയറായ ഡോക്ടർ പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇത്ര കൂടുതൽ ഭക്ഷണം ആൾക്കാർ 10 കൊല്ലം പട്ടിണി കിടക്കുന്ന പോലെയാണല്ലോ പാതിരായ്ക്ക് ഇങ്ങനെ ഈ തട്ടുകടയിൽ നിന്നൊക്കെ ഒരുപാട് കളേർഡായിട്ടുള്ള ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതറിയോ, ഞങ്ങൾ ഈ ആശുപത്രിയൊക്കെ തുറന്നു വെച്ചിരിക്കുമല്ലേ, അപ്പം രോഗികളൊക്കെ വരണ്ടേ, ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നത് എന്ന് വളരെ പരിഹാസത്തോടെ അദ്ദേഹം പറയുകയുണ്ടായി. കാരണം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണം കൂടാനും നമ്മുടെ പ്രകൃതിയിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾക്ക് റിസൾട്ട് നേരിട്ട് അനുഭവിക്കാനും ഒക്കെ ഭാഗ്യം ലഭിക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വെളുപ്പിനെ തൃശ്ശൂർ ജില്ലയിലും ഭൂചലനം ഉണ്ടായി. 3:55 തന്നെയാണ് ഈ ഭൂചലനം വടക്കൻ മേഖലയിൽ അനുഭവപ്പെട്ടത്. കുന്നംകുളം, ചൂണ്ടൽ, വരവൂർ, എരുമപ്പെട്ടി ഈ മേഖലയിലാണ് ഭൂചലനം ആളുകൾക്ക് പ്രധാനമായും ഫീൽ ചെയ്ത്. ഇന്നലെയും ഇതേ സ്ഥലത്ത് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ജനം വല്ലാതെ പരിഭ്രാന്തരായി എന്നാണ് പറയുന്നത്. ശനിയാഴ്ച
രാവിലെ 8:15-നാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. അതിന് പിന്നാലെയാണ് വീണ്ടും ഈ മേഖലയിൽ ഇന്ന് വെളുപ്പിന് ഭൂചലനം ഉണ്ടായത്. അത്താണിയിലും തൃശ്ശൂർ നഗരത്തിലും വരെ ഈ ഭൂചലനത്തിൻ്റെ ഒരു പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സൂരജ് സജി ടെലിഫോണിലുണ്ട്. ഗുഡ് മോർണിംഗ് സൂരജ് സജി. യഥാർത്ഥത്തിൽ ജനങ്ങൾ പരിഭ്രാന്തരായിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? എസ്കെൻ, പുലർച്ചെ ഉറങ്ങിക്കിടക്കുന്നതിനിടയിലാണ് ഈ ഭൂചലനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ ഭയപ്പാടിൽ എല്ലാവരും ഞെട്ടി എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. എന്ത് സംഭവിച്ചു എന്നറിയില്ല. തലേ ദിവസം സമാനമായ സാഹചര്യത്തിൽ ഈ ഭൂചലനം ഉണ്ടായി. അതോടുകൂടി തന്നെ ഈ രാത്രിയും ഇത് അനുഭവപ്പെട്ടതോടെ വലിയ പരിഭ്രാന്തിയിലേക്ക് പോയി എന്നുള്ളതാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്നത്. തൃശ്ശൂരിലും 3:55-ന് തന്നെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. പക്ഷേ ഇന്നലെ ഭൂചലനം അനുഭവപ്പെട്ടതിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് തൃശ്ശൂർ നഗരത്തിലടക്കം ഇതിന്റെ പ്രകമ്പനം ഉണ്ടായി. തൃശ്ശൂർ നഗരത്തിൽ വിയ്യൂര് തുടങ്ങി അത്താണി തുടങ്ങി ആ മേഖലയിലെല്ലാം തന്നെ ഈ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഈ കുലുക്കം, അതായത് ഭൂമി കുലുക്കം 3 മുതൽ 4 സെക്കൻഡ് വരെയാണ് നീണ്ടു നിന്നത്. പക്ഷേ ഈ മുഴക്കം, ഭൂമിക്കടിയിൽ നിന്നുള്ള മുഴക്കം അത് 10 സെക്കൻഡ് വരെ നീണ്ടു നിന്നു. ചിലയിടങ്ങളിൽ വലിയ ശബ്ദമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് വലിയ ശബ്ദം വന്നതോടുകൂടി പരിഭ്രാന്തിപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. പലരും ഇന്നലെ രാത്രി ഉറങ്ങാതെ, ഈ പുലർച്ചെ സംഭവം നടന്നതിന് ശേഷം ഉറങ്ങാതിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മളുമായി ബന്ധപ്പെടുമ്പോൾ ഈ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് എല്ലാം തന്നെ ഇന്നും ഈ മേഖലയിൽ പരിശോധന നടത്തും, വിവരശേഖരണം നടത്തും. ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടുമ്പോൾ ഇതുവരെയും ഇത് സംബന്ധിച്ചുള്ള, ഈ ഭൂചലനത്തിന്റെ തീവ്രത സംബന്ധിച്ചുള്ള ഒരു വിവരം അത് കിട്ടിയിട്ടില്ല. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതിന്റെ തീവ്രത സംബന്ധിച്ചുള്ള വിവരം വരും എന്നുള്ളതാണ് പറയുന്നത്. തൃശ്ശൂരിന്റെ ഈ പാവർട്ടിയിലാണ് ഇന്നലെ ഇതിന്റെ ഒരു പ്രഭവ കേന്ദ്രമായി കണ്ടെത്തിയിരുന്നത്. തികച്ചും ഈ ഭാരതപ്പുഴയോട് ചേർന്നൊന്നും മേഖലയല്ല. പക്ഷെ എന്നാൽ പോലും ഈ അവിടെ എങ്ങനെ ഒരു പ്രഭവ കേന്ദ്രമായി വന്നു എന്ന സംബന്ധിച്ചുള്ള എല്ലാ പഠനങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. ഈ കാലാവസ്ഥയിലുണ്ടായ മാറ്റമാകാം എന്നൊരു നിഗമനം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും അത് മാത്രം മുന്നിൽ കണ്ടുള്ള ഒരു പരിശോധനയോ പഠനമോ അല്ല നടക്കുന്നത്. മറ്റു വിഷയങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിശദമായ പഠനം അത് നടക്കും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു സൂരജ് സജി. എന്തായാലും വളരെ പേടിപ്പെടുത്തുന്ന സാഹചര്യം തൃശ്ശൂരിലും പാലക്കാട്ടും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുന്നംകുളം, ചൂണ്ടൽ, വരവൂർ, എരുമപ്പെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്നലെയും ഈ മേഖലയിലൊക്കെ തന്നെ ഭൂചലനം അനുഭവപ്പെട്ടു. പാലക്കാടിൻ്റെയും തൃശ്ശൂർ ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിലാണ്. ഇന്നുണ്ടായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ നഗരത്തിലും ഇത് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. ഓങ്ങല്ലൂർ മേഖലയിലും അതുപോലെ തിരുമിറ്റക്കോട്, പട്ടാമ്പിക്കടുത്തുള്ള തിരുമിറ്റക്കോടിലൊക്കെ തന്നെ ഈ സെക്കൻഡുകൾ മാത്രം നീണ്ടുന്ന ഈ ഭൂചലനം അനുഭവപ്പെട്ടു എന്ന് പറയുന്നു. എന്തായാലും പഠനം നടക്കട്ടെ. ഇത് റിക്ടർ സ്കെയിൽ എത്രയാണ് രേഖപ്പെടുത്തിയത് എന്ന് ഈ വിവരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ല പഠനം നടക്കട്ടെ. കാരണം എന്താണ് ഈ പറയുന്ന സ്ഥലങ്ങൾ നടക്കട്ടെ. ഈ ആനക്കര, കപ്പൂർ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത് അനുഭവപ്പെട്ടു എന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല പഠനത്തിന് വിധേയമാക്കണം.